أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا यकीनन वो लोग जो ईमान लाए और नेक अमाल बजा लाए उनके लिए मेहमानी के तौर पर फिरदौस की जन्नतें हैं और वो हमेशा उसमें रहने वाले हैं, कभी उससे जुदा होना नहीं चाहेंगे. നിശ്ചയം സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ആതിഥേയം എന്ന നിലയിൽ, ഒരു വിരുന്നെന്ന നിലയിൽ ഫിർദൗസ് എന്ന സ്വർഗം ലഭ്യമാണ്. അവർ അതിൽ സദാ വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ അവരൊരിക്കലും, അതിനെ വിട്ടുപിരിയാനൊരിക്കലും അവർ ഇഷ്ടപ്പെടുന്നതല്ല. വിശ്വാസവും സൽക്കർമ്മവുമുള്ളവർക്ക് സ്വർഗം ഖുർആനിൽ പല സ്ഥലങ്ങളിലും വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒന്നാണ്. സ്വർഗം എന്നതുകൊണ്ട് പല വിവക്ഷകളുമുണ്ട്. ഇവിടെ ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിർദൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തലങ്ങളിലുമുള്ള സ്വർഗം എന്നാണ്. ചില ആളുകൾക്ക് കുടുംബ സ്വർഗം ഉണ്ടാവും, ചില ആളുകൾക്ക് സാമൂഹ്യമായിട്ടുള്ള സ്വർഗം ഉണ്ടാവും, ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടാവും. പക്ഷേ എല്ലാ തലങ്ങളിലുള്ള സ്വർഗത്തെയാണ് ഫിർദൗസ് എന്ന് പറഞ്ഞത്. സാധാരണ ഫിർദൗസ് എന്ന് എല്ലാ സുഗന്ധങ്ങളും ഒരുമിച്ച് കൂട്ടിയ സുഗന്ധത്തെ ഫിർദൗസ് എന്ന് അറബിയിൽ പറയാറുണ്ട്. പല മണങ്ങളുണ്ടാവും, എല്ലാ മണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ഒന്നുള്ള ഫിർദൗസ്. അത് അത്തറിൻ്റെ വെറൈറ്റിയിലൊരു വെറൈറ്റി ഫിർദൗസാണ്. എല്ലാ മണങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതാണ് അതുള്ളത്. ഇതിന് രണ്ട് നിബന്ധനകളാണ്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് അമലെ സാലിഹ്. ഈമാൻ എന്ന് പറയുമ്പോൾ അമലി എഴുത്തിഖാദി അഥവാ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള നിലപാട്. വിശ്വാസപരമായ കാര്യങ്ങളിൽ വാസ്തവത്തിൽ അഹമ്മദിയത്ത് ഒരു വലിയ വിഭാഗത്തെ, നേരെ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്തെ വിജയിച്ച് നിൽക്കുന്ന ഒന്നാണ്. കാരണം ഈസാ നബി മരിച്ചു എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോൾ അതിൻ്റെ പേരിലാണ് കുഫർ ഫത്വ. ഒരൊറ്റ ആൾക്കും ഈസാ നബി മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് പറഞ്ഞത്. അതിൽ ഖലീഫത്ത് മസീഹ് അവ്വൽ റളിയല്ലാഹു തആല തൻ്റെ കാലത്ത് നടന്നൊരു സംഭവം പറയുന്നത്, ഹസരത്ത് ഫസലുദ്ദീൻ ഭേരവി എന്ന് പറഞ്ഞ് ഖലീഫത്ത് മസീഹ് അവ്വലിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. ജമാഅത്തിൽ വളരെ മുഖ്ലിസായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് അവ്വൽ പോലും അംഗീകരിച്ചിരുന്ന ഒരു വലിയ ഡോക്ടർ, ആ കാലത്തുള്ള തബീബുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞതേ, തബ്ലീഗ് ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷേ വിവരമില്ലാത്തതുകൊണ്ടാണ് ആളുകൾ തബ്ലീഗ് ചെയ്യുന്ന പല ആളുകളും. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, മിർസ സാഹിബ് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ആളാണ്, പക്ഷേ അതിനെ അംഗീകരിക്കുന്നതിന് പകരം അയാൾക്ക് എതിരിലാണ് ആൾക്കാർ വന്നത്. അങ്ങനെ തങ്ങൾക്ക് വലിയ ഇൽമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് മസീഹ് അതിനെ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇവർക്ക് ഇൽമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഫാത്ത് മസീഹിൻ്റെ സംഗതി വെച്ചിട്ടുള്ളത്. കക്ഷി പറഞ്ഞു, ഹയാത്ത് മസീഹ് ലോകത്ത് നിന്ന് ഇവർ അംഗീകരിച്ചു വന്നൊരു സംഗതിയാണ്, അതിനെതിരിൽ മിർസ സാഹിബിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഇൽമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ ഉലമാക്കൾ ചെന്ന് മാപ്പി വെച്ചാൽ മിർസ സാഹിബ് തന്നെ ഹയാത്ത് മസീഹിൻ്റെ ആയത്ത് എടുത്തു വെക്കുമെന്ന് പറഞ്ഞു. കാരണം അത് പറഞ്ഞ ടോപ്പിലുള്ളൊരു ഡോക്ടറാണ്, നല്ല വിവരമുള്ള ഒരുത്തനാണ്. പക്ഷേ അയാൾ മസീഹിൻ്റെ അന്നത്തെ അഖീദിനെക്കുറിച്ച് ഇങ്ങനെയാണ് കണക്കൂട്ടുന്നത്. ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു തആല ഒരിക്കലും ഖുത്ബയിൽ ഇത് എടുത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, ജനങ്ങൾ ഒരു മനുഷ്യനും, എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യമാണ്, നേച്ചറുകൾ, അതായത് പ്രകൃതിവാദക്കാരല്ലാത്ത ബാക്കി എല്ലാവരും ഈ സാനി മരിച്ചിട്ടില്ല എന്നുള്ളതിൽ ഒറ്റക്കെട്ടായിരുന്നു, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പറയണ മൗലവിന് തന്നെ കിട്ടാൻ പണിയാണ്. മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വാശിക്ക് വേണ്ടി പറഞ്ഞാലും അവരെ ഉള്ളിൽ പറയില്ല മരിച്ചിട്ടില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ എഴുത്തിഖാദിൻ്റെ വിശ്വാസപരമായ കാര്യത്തിൽ അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് ജയിച്ച് നിൽക്കുന്ന ഒന്നാണ്. ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും മരിച്ചിട്ടില്ല എന്ന് പറയാൻ അവർക്ക് ബുദ്ധിപരമായിട്ട് തെളിവൊന്നുമില്ല, പക്ഷേ അവരുടെ വിശ്വാസം അങ്ങനെ പറയില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയും. ഇതേപോലെ ഖുർആനിൽ മൻസൂഖില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ മസീഹ് കുഫറിൻ്റെ വത്ത് കൊടുത്ത ആൾക്കാരുണ്ട്. ഖുർആനിലെ ആയത്തുകൾ മൻസൂഖുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പം മുഹമ്മദ് സീം ബട്ടാലവിയും ഖലീഫത്ത് മസീഹ് അവലുണ്ടായ സംഭാഷണത്തിലൊരിക്കൽ ഖലീഫത്ത് മസീഹ് പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ മുഹമ്മദ് സീം ബട്ടാലവി അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിൽ തർക്കം ഉണ്ടായപ്പോൾ ഖലീഫത്ത് മസീഹ് ഒരു ആയത്ത് ഓതി. അപ്പോൾ പറഞ്ഞത് മൻസൂഖാണെന്നാണ്.
അപ്പോൾ അയാൾ പറഞ്ഞു മൻസൂഖാണ്, പിന്നെ മൻസൂഖ് ഉണ്ടെന്ന് പറയുന്നത് നിരീശ്വരവാദമാണ്, മൻസൂഖ് ഇല്ല എന്ന് പറയുന്നത് നിരീശ്വരവാദമാണ് ഖലീഫത്ത് മസീഹിനോട്. എന്നിട്ട് പറഞ്ഞു ഇന്ന ആൾ പണ്ട് കാലത്ത് ഒരുത്തുണ്ടായിരുന്നു, അവൻ നിരീശ്വരവാദിയായിരുന്നു, മുൽഹിദായിരുന്നതിന് കാരണം ഇതാണെന്നാണ്. അപ്പോൾ ഖലീഫത്ത് മസീഹ് പറഞ്ഞു എന്നാൽ രണ്ടാളെ കിട്ടി, ഇപ്പോൾ എനിക്ക് ഒരാളെയും കൂടി കിട്ടിയാലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ നിലയിൽ ചർച്ച ചെയ്തിരുന്ന് ഇപ്പോഴും നമ്മളുടെ മലയാളത്തിലുള്ള തഫ്സീറുകളിലൂടെ എഴുതിയിരിക്കുന്നത് മൻസൂഖ് ഇല്ല എന്ന് പറയുന്നത് ബാക്കി ഏതാ മൻസൂഖ് എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അവർ അഖീദ പറയുമ്പോൾ. പക്ഷേ ഒറ്റ മൗലവിനെ എനിക്ക് കിട്ടില്ല, മൻസൂഖ് ഉണ്ടെന്ന് പറയാൻ ആരെയും കിട്ടില്ല. പിന്നെ മൻസൂഖ് ഉണ്ട് എന്ന് പറഞ്ഞതിന് തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെയാണ് മൻസൂഖ് ഇങ്ങനെയാണ് മൻസൂഖ് എന്ന് പറഞ്ഞിട്ട് അതിനെ വാദിച്ച് ജയിക്കാൻ നിൽക്കുകയാണ് ഇന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഖുറാനിൽ മൻസൂഖായിട്ടുള്ള ദുർബലപ്പെട്ട ആയത്തുണ്ടെന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹത്തിന് മുമ്പിൽ മസീമോദ് വെച്ചപ്പോൾ നേരെ തിരിച്ചുപോയി. ഇപ്പോൾ എല്ലാവരും ആ വിശ്വാസത്തേക്ക് തിരിച്ചെത്തി. ജിഹാദ് മസീമോദിന് ഇതിൽ വളരെയധികം ശക്തമായിരുന്നു. ഇന്ന് ജിഹാദ് അങ്ങനത്തെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അമ്പിയാക്കൾ പാപം ചെയ്തു എന്ന കാര്യത്തിലെല്ലാം പിന്നെ മുസ്ലിങ്ങളും മുത്തഫിക്കായിരുന്നു. ഇന്ന അമ്പിയാക്കൾക്ക് ഇന്നത്, യൂസുഫ് നബി ഇന്നത്, മറ്റു നബി ഇന്ന. പക്ഷേ ഇന്ന് ഒരു തഫ്സീറിലും അത് കാണില്ല, അവർ പാപം ചെയ്തു പറഞ്ഞ് കാണില്ല. അപ്പോൾ വാസ്തവത്തിൽ ഏത് തലത്തിലും ഞാനൊരു 27ഓളം വിശ്വാസങ്ങൾ മസീമോദ് മുമ്പോട്ട് വെച്ചത് ഇന്നത്തെ ലോകം അംഗീകരിച്ചത് ഇത് എടുത്തു വെച്ച് അവരുടെ തഫ്സീറുകളെന്നെ എടുത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നവർക്ക്. അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞു വന്നത് വിശ്വാസപരമായിട്ട് അവരുടെ ഇടയിൽ അഹമ്മദികൾ ജയിച്ച് തന്നെയാണ്. അവരത് അംഗീകരിക്കുന്ന അഹമ്മദത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും അവർ ജയിച്ചിട്ടുണ്ട്. അതേസമയത്ത് അവിടെ പരാജയമുള്ളത് കർമ്മപരമായ കാര്യത്തിലാണ്. അമലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അഹമ്മദികൾക്ക് തന്നെ അഭിപ്രായമല്ല മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അനുസരിച്ചിട്ടാണ് അഹമ്മദികൾ നടക്കുന്നത്. അഹമ്മദികൾക്ക് തന്നെ അഭിപ്രായമില്ല മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ വിശ്വാസപരമായിട്ട് അനഹമ്മദികൾ വരെ നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ കർമ്മപരമായി നമ്മെ തന്നെ അംഗീകരിക്കാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും അഹമ്മദത്തിനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ അഹമ്മദിയത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം അതല്ലെങ്കിൽ ഓരോ അഹമ്മദിക്കും അവനവൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ചോദ്യം അഹമ്മദിയത്ത് കിട്ടിയോണ്ട് തനിക്കെന്ത് കിട്ടി എന്നുള്ളതിന് തൻ്റെ കർമ്മരംഗത്ത് എന്ത് മാറ്റം ഉണ്ടെന്നാണ്. ഖലീഫത്തുൽ മസീഹ് സാനി അതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത്, അപ്പോൾ നല്ലൊരു കൈ ഉണ്ടാവും ഒരാൾക്ക്, പക്ഷേ അത് പക്ഷവാതം പിടിച്ച് തളർവാദം പിടിച്ച് തളർന്നതാണെങ്കിൽ തലേന്ന് കൽപ്പന ഇട്ടു ആ കൈ കൊണ്ട് പിടിക്കുന്നു, പക്ഷേ അതിന് പിടിക്കാൻ കഴിയില്ല. അതേപോലെ കാല് നല്ല കാലായിരിക്കും, പക്ഷേ തളർവാദം പിടിച്ച് ആടിക്കളിക്കണമെങ്കിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല. ബുദ്ധി പറയുന്നത് നടക്കാനാണ്, പക്ഷേ നടക്കാൻ പറ്റില്ല. ഇതേപോലെ കർമ്മങ്ങളിൽ നിന്ന് തളർവാദം പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അയാൾക്കും കാര്യമില്ല, നാട്ടുകാർക്കും കാര്യമില്ല. അപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി ഒരിക്കൽ ഒരു 7-8 ഖുത്ബകൾ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കർമ്മത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്, നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അവിടെ ഏതിൻ്റെ കുറവാണ്, നമ്മളെവിടെയാണ് പരാജയപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് സാനി വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അത് ചർച്ച ചെയ്യാം.